Guys and friends in this world, it's me your Siddharth. Okay, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ ടിപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചാപ്റ്റർ ഫുള്ളും പഠിക്കാം. അതാണ് ഞാൻ ചാപ്റ്റർ ഫുള്ളും പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഒരു ചാപ്റ്റർ ഫുള്ളും പഠിച്ച് ആ ട്രിക്ക് ഉപയോഗിച്ച് ആ ട്രിക്ക് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാനായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ പറയാം. ഇത് ഞാൻ എന്തിനെ കുറിച്ചൊക്കെ പറയുന്നതെന്ന് പറഞ്ഞത്, ഫസ്റ്റ് നമ്മളൊരു ബുക്ക് ഓർക്കുമ്പോൾ ഒരു ഹെഡിങ് ആണല്ലോ, ഫസ്റ്റ് ഒരു റെഡ് കളറിന് അത് പറഞ്ഞുതരാം. പിന്നെ അതിനകത്തുള്ള ഹൈലൈറ്റ് ബ്ലാക്ക് വേർഡ് ഞാനത് പറഞ്ഞുതരാം. പിന്നെ അതിന്റെ ഇൻറ്റീരിയർ അതിനെ കുറിച്ചെല്ലാം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. ഓക്കെ, ടൈപ്പ് ഓഫ് bones and muscles, structure of bones, skeletal system, skull, spine, ribcage, limbs, joints, type of joints, muscles, type of muscles. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളോട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നമ്മുടെ മെമ്മറി പവറിന് വേണ്ടി മാത്രം നമുക്ക് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആവും. പിന്നെ ഇതിന്റെ കുറച്ചും കൂടെ ആഴത്തോട്ടുള്ളതാണ്. ഓക്കെ, അതില് ഹൈലൈറ്റഡ് ടെൻഡൻസ്, പെരിയോസ്റ്റിയം, കോർട്ടിക്കൽ, ക്യാൻസലസ്, ബോൺ മാരോ, ഇമ്മ്യൂൺ സിസ്റ്റം, ബോൺ ഡെൻസിറ്റി, axial, appendicular, cartilage, cranium, vertebra, vertebral column, sternum, floating ribs, forelimb, hindlimb, femur, humerus, ligament, hinge joint, ball and socket joint, pivot joint, gliding joint, tendons, voluntary muscle, involuntary muscle, cardiac muscles. ഓക്കെ ഗൈസ്, ഇനി ഇതൊക്കെ എന്തുവാണെന്ന് മെയിൻ സംഭവം ഇതൊക്കെ എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബോൺസ് ആൻഡ് മസിൽസിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഇനി ഇംഗ്ലീഷിലാണ് പറയുന്നത്. ബോൺസ് ആൻഡ് മസിൽസ്, bones give shape to our body and help us to stand straight. ബോൺ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഷേപ്പ് ആയിട്ടും നമ്മളെ എഴുന്നേറ്റ് നിൽക്കാൻ സഹായിക്കും. പിന്നെ muscles stretch across the bone, that place is called tendons. Muscles stretch across the bone, ആ സ്ഥലത്തിനാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. രണ്ട് bones and muscles help us to stand straight, stand, walk, run, write, even, turn, age. നമ്മളെ എഴുന്നേറ്റ് നിൽക്കാൻ സഹായിക്കും, നടക്കാൻ സഹായിക്കും, ഓടാൻ സഹായിക്കും, എഴുതാൻ വരെ സഹായിക്കും. അതുപോലെ തന്നെ ഒരു പേജ് നമ്മളെ നിൽക്കാൻ വരെ ബോൺസാണ് സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ skeletal system, ഇതെല്ലാം കൂടെ കൂട്ടി ഫസ്റ്റ് റൗണ്ട് ആണ്. Skeletal system not only help us to move around, it protects our vital organs such as heart, lungs, brain, etc. ഓക്കെ, ഇനി ഞാൻ പെരിയോസ്റ്റിയം എന്താന്ന് പറഞ്ഞല്ലോ, അത് ബോണിനെ കുറിച്ചായിരുന്നു. പെരിയോസ്റ്റിയം തൊട്ട് എന്നിട്ട് പെരിയോസ്റ്റിയം എവിടെയാണെന്ന് ഞാൻ പറയാം, ഇവിടെ വരെയാണെന്ന് പറയാം. പെരിയോസ്റ്റിയം is a thin membrane. Inside it contains blood cells and nerves, blood vessels and nerves. പിന്നെ cortical is a smooth and hard place inside our bone. Cancellous is a spongy place inside our bone because it contains horn. ഓക്കെ, ഇനി നമ്മുടെ ബോണിന്റെ ഹെൽത്തിനെ കുറിച്ചാണ്. ബോൺ മാരോ ഈസ് എ ടിഷ്യൂ. It provides blood cells which is needed to immune system. Bone density show the health of the bone. ഓക്കെ, എന്നിട്ട് നമ്മൾ skeletal systemത്തിലേക്ക് കടക്കുകയാണ്. Our human skeletal system contain 260 bones. 80 bones make the midline of our skeleton. Midline എന്ന് വെച്ചാൽ നമ്മുടെ സ്കള്ള്, പിന്നെ റിബ്കേജ്, സ്പൈനൽ കോഡ്, ഇത് ഇത്രയാണ്. പിന്നെ ആർംസും ലെഗ്സും അപ്പൻഡിക്കുലർ ആണ്. അപ്പൻഡിക്കുലർ അത് നമ്മൾ പ്രത്യേകം പഠിക്കാൻ പോകുന്നവരുണ്ട്. അപ്പൻഡിക്കുലർ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തേത് ആക്സിയൽ. പിന്നെ അടുത്തത് നമ്മൾ സ്കള്ളിലോട്ട് പോവുകയാണ്. സ്കള്ള് എന്ന് വെച്ചാൽ തലയിൽ
തലയുടെ തലയോട്ടി എന്നാണ് പറയുന്നത് മലയാളത്തില്. ഓക്കെ, തലയോട്ടിയിലേക്ക് പോവാണ്. തലയോട്ടിയിൽ 29 ബോൺസ് ഉണ്ട്. 8 ബോൺ മേക്ക് ദ ക്രേനിയം. 8 ബോൺ ക്രേനിയം ഉണ്ടാക്കും. പിന്നെ 14 ബോൺ മേക്ക് 14 bone make a framework associated by 7 bone. ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കും അസോസിയേറ്റഡ് ബൈ 7 ബോൺ. ഓക്കെ, അപ്പൊ എന്നിട്ട് നമുക്ക് ഇത് ഒരുപാട് പറയാനുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ in our skull every bone is very hard except our nose because nose is made up of cartilage, elastic in nature. ഓക്കെ, മൂക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജാണ്. അതുകൊണ്ടാണ് കള്ളൊക്കെ നോക്കുമ്പോൾ മൂക്കിന്റെ ആഘോഷം ഇല്ലാത്തത്. കാരണം മൂക്ക് ബോണല്ല, അത് സോഫ്റ്റ് പോർഷനാണ്, ഇലാസ്റ്റിക് നേച്ചറാണ്. ഓക്കെ, ഇത് ഞാൻ വിശദമായി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് ഇപ്പൊ നമുക്ക് ഇത് പഠിക്കാം. In our bone, in our skull, every bones are not movable except our lower jaw. Lower jaw we move when we eat and speak. നമ്മുടെ താടി, നമ്മുടെ സ്കളിൽ ഒരു പോർഷനും മൂവാവുന്നതല്ല. അപ്പൊ നിങ്ങൾ വയ്ക്കും കണ്ണ് ബോണല്ല, നമ്മുടെ ലോവർ ജോ മാത്രമേ മൂവബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്പൈനൽ കോഡിലേക്ക് കടക്കുന്നു. Spinal cord is made up of 33 small bones called vertebra or vertebral column. 33 ചെറിയ ബോൺസ് called vertebra or vertebral column. Spinal cord vertebra protect spinal cord which send information to your brain. നമ്മുടെ ബ്രെയിനോട്ട് ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന പ്രൊട്ടക്ട് ഇൻഫോർമേഷൻ കൊടുക്കുന്ന സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡ് കൊടുക്കും. അപ്പോൾ ആ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് വെർട്ടിബ്ര. അത് when we became old we have left with 26 vertebrae. നമ്മൾ ഓൾഡായ, നമ്മൾ അപ്പൂപ്പനോ അമ്മൂമ്മയൊക്കെ ആയ നമുക്ക് 26 വെർട്ടിബ്രയെ കാണത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ റിബ്കേജിലോട്ട് നടക്കുകയാണ്. റിബ്കേജ് is a framework of. ഓക്കെ ഗൈസ്, ഇനി ഞാൻ മലയാളത്തിൽ പറയത്തില്ല കാരണം വീഡിയോ കൂടുതൽ ലെങ്തി ആവും. മലയാളത്തിൽ പറയുന്ന വേറെ സെക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയാം. Ribcage is a framework of bone inside our chest. It contains 24 ribs, 12 ribs in each side. Sternum is the midline of our spinal ribcage. Then floating ribs is the last two ribs. It is not attached to ribcage. ഇത് റിബ്കേജ് ആയിട്ട് തൊട്ടുമുട്ടി നിൽക്കില്ല, അത് കുറച്ച് ഇനി മാറിയിട്ട്. ഓക്കെ, എന്നിട്ട് സ്പൈനൽ കോഡുമായിട്ടാണ് ബാക്കിൽ അറ്റാച്ച്ഡ് ആവുന്നത്. പക്ഷെ ഫ്ലോട്ടിംഗ് റിബ്സ് ഈസ് അറ്റാച്ച്ഡ് ടു സ്പൈനൽ കോഡ് ആൻഡ് റിബ്കേജ് ഈസ് അറ്റാച്ച്ഡ് ടു സ്പൈനൽ കോഡ്. അപ്പോൾ ഉള്ള റിബ്കേജിന്റെ കൂടെ എന്താണ് ഗൈസ്? ഇനി നമ്മൾ ലിംസിലോട്ട് കിടക്കുകയാണ്. ഇനി നമ്മൾ ലിംസിലോട്ട് കിടക്കുകയാണ്. ലിംസ് is there are two pairs of limbs inside our body, our arms and leg. അതിന് നമ്മൾ പേര് വിളിക്കുന്നുണ്ട്. ആർംസിന് 8 limbs, ലെഗിന് 4 limbs എന്നാണ് പറയുന്നത്. There are 27 bones in our hand. Okay, there is one single bone. അതിന് പറയുന്നത് ഹ്യൂമർസ് എന്നാണ്. പിന്നെ അത് സ്പ്ലിറ്റ് ആയി രണ്ടെണ്ണാവും. അതിന് പറയുന്നത് റേഡിയസും അല്ലെന്നാണ്. പിന്നെ കുഞ്ഞു പേരിലൊക്കെ ഉണ്ടോ. ഇവിടെ വരുമ്പോ 2 ബോണാണ്, ഇവിടെ വരുമ്പോ 2 ബോണാണ്.
എന്നിട്ട് നമ്മുടെ ലെഗില് 26 ബോൺസ് ഉണ്ട് ഗൈസ്. ഓക്കെ, 26 ബോൺസ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബോൺ നമ്മുടെ ലെഗിലാണ്. അതിന്റെ പേരാണ് ഫെമർ. അതൊരു സിംഗിൾ ബോൺ ആണ്. സിംഗിൾ ബോൺ അറ്റാച്ച്ഡ് ടു ഹിയർ. ഇവിടെ തോടെന്നൊക്കെ പറയില്ലേ, അവിടെ ഒരു സിംഗിൾ ബോൺ ആണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ടിബിലയും ഫിബിലയും അത് നമ്മൾ കൈയുടെ കുട്ടിയെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും കാലില്. അതില് ടിബിലയും ഫിബിലയും പറയും. ടിബില ഫിബില. ഓക്കെ, എന്നിട്ട് നമ്മൾ ജോയിൻസിലോട്ട് ടൈപ്പ് ഓഫ് ജോയിൻസിലോട്ട് പോവാണ്. there are 4 type of joints. One joint is hinge joint. Hinge joint കണ്ടോ, ഇതാണ് hinge joint. Door close. Example for door closing and opening. Door. ഇത് ഡോർ ആണ്. ഇതൊരു ഡോർ ആണ്. തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക. ഇത്ര കൂട്ടല് അതാണ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമ്മുടെ ഇവിടെ ബോൾ ആൻഡ് സോക്കറ്റ് അതിന് ഇങ്ങനെ പറ്റും. എന്നിട്ട് നമ്മളെ നെക്ക് പിവോട്ട് ജോയിന്റ്. നെക്ക് പിവോട്ട് ജോയിന്റ് നെക്കാണോ അതിനെ ഇപ്പൊ പോകാൻ പറ്റും. എന്നിട്ട് ഗ്ലൈഡിങ് ജോയിന്റ് നമ്മളെ തൊട, ഇവിടെ മലയാളത്തിന് തൊട എന്നാണ്. അതാണ് നമ്മുടെ ഗ്ലൈഡിങ് ജോയിന്റ്. ഇനി മസിൽസിനെ കുറിച്ച് പറയുവാണെങ്കിൽ muscles help us to stand, walk, run, write, even turning a page. ഓക്കെ, അപ്പൊ ബോൺസ് ആൻഡ് മസിൽസിൽ നമ്മളത് പറഞ്ഞായിരുന്നു. എന്നിട്ട് ടെൻഡൻസും കൂടെ ഉണ്ട്. ടെൻഡൻസ് muscles that across the bone that place is called tendons. ഓക്കെ, ഇനി നമ്മൾ ടൈപ്പ് ഓഫ് മസിൽസിലോട്ട് പോവുകയാണ്. ടൈപ്പ് ഓഫ് മസിൽസ് എന്ന് പറഞ്ഞാൽ എത്ര വിധം മസിൽസ് ഉണ്ടെന്ന്. ഫസ്റ്റ് വോളണ്ടറി മസിൽ. വോളണ്ടറി മസിൽ നമ്മുടെ കൺട്രോളിലാണ്. അത് നമ്മുടെ സ്കള്ളിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കൺട്രോളിലാണ് ഗൈസ്. എന്നിട്ട് ഇൻവോളണ്ടറി മസിൽ നമ്മുടെ കൺട്രോളല്ലേ അല്ല. അത് നമ്മുടെ സ്റ്റൊമക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അത് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇറക്കുന്ന അറിയുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ അല്ല. ഓക്കെ, നമ്മുടെ അല്ലെന്നല്ല, നമ്മുടെ നിശ്ചയിക്കപ്പെട്ടല്ല. കാരണം അതിൽ നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ കാർഡിയാക് മസിൽസ് ഉണ്ട്. കാർഡിയാക് മസിൽസ് ഹാർട്ടിലാണ്. അതും വിത്തൗട്ട് അവർ കൺട്രോൾ ആണ്. നമ്മുടെ ഹാർട്ട് നമ്മൾ വിധിയിലിട്ടല്ലോ ഹാർട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓക്കെ അങ്ങനെ ആ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് പറയാൻ പോവുകയാണ്. ഞാൻ പഠിച്ചത് ഒരു ട്രിക്കാണ്. നമ്മൾ എന്നും ഇതുപോലെ ആ ഹൈലൈറ്റ് വേർഡ് ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞില്ലേ, അത് നമ്മൾ ഇങ്ങനെ വായിച്ച് പഠിക്കാൻ നോക്കുക ഫസ്റ്റ്. എന്നിട്ട് സെക്കൻഡ് ആ പോർഷനിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന വേർഡ് വായിച്ച് പഠിക്കാൻ നോക്കുക. പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഒരു 5 തവണയെങ്കിലും വായിക്കുക. അങ്ങനെ തുടർന്ന് നമ്മുടെ രണ്ടാമത്തെ ഹൈലൈറ്റ് പാർട്ട് ആകുമ്പോൾ ഒരു ദിവസം 10 തവണയെങ്കിലും വായിക്കണം. ഞാൻ കുറെ തവണ വെച്ചിട്ടുണ്ട് 10 തവണയെങ്കിലും. എന്നിട്ട് ആ ചാപ്റ്റർ ഫുള്ളും പഠിക്കുന്ന മെയിൻ സാധനം. അപ്പൊ നമ്മൾ ഓരോ പാർട്ടായിട്ട് ഓരോ ദിവസം 10-20 തവണയൊക്കെ വായിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഇതിലൊക്കെ പഠിച്ചത്. ഇതുപോലെ പുതിയ കാര്യങ്ങളായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.